ശ്രീ പ്രകാശ് ബാരെ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പ്രകാശ് ബാരെ, 80 കോടിയുടെ നഷ്ടം, 80 ലക്ഷത്തിൻ്റെ നഷ്ടം എന്നതാണ് ഈ അണിയറ പ്രവർത്തകർ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ളവർ പറയുന്നത്. ആദ്യം കേട്ട ബൈറ്റ് താങ്കൾ ശ്രദ്ധിച്ചിരിക്കും. മൊത്തം പണി കഴിഞ്ഞ് പൂർത്തിയായിരിക്കുന്നു, അപ്പോഴാണ് ഇത് ഇളക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള നിസ്സഹായ അവസ്ഥ അവർ പറയുകയാണ്. ഇപ്പോൾ മറ്റൊരു സംവിധായകൻ എന്താണ് അദ്ദേഹത്തിന് നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നു. ഇതൊന്നും ഒഫീഷ്യൽ അല്ല, അൺഒഫീഷ്യൽ ഭീഷണികളുടെ ഇടയിൽപ്പെട്ട് കലാകാരന്മാർ നേരിടുന്ന ബുദ്ധിമുട്ടാണ് അവർ പറയുന്നത്. ഇന്ത്യൻ സിനിമയിലെ ഒരു വലിയ കളങ്കമാണ് ഈ സെൻസറിങ് എന്ന് പറയുന്നത്. ലോകത്തിലെ മറ്റ് ഡെമോക്രസികളിൽ ഏകദേശം 10-70-80 വർഷങ്ങൾക്ക് മുമ്പ് എടുത്തു കളഞ്ഞ ഒരു സാധനമാണ് ബ്രിട്ടീഷുകാരിവിടെ ഇമ്പോസ് ചെയ്ത ഒരു സാധനം. സൗകര്യത്തിന് അവിടെ ഉണ്ടല്ലോ, അതങ്ങ് വിട്ട് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ വച്ചുകൊണ്ടിരിക്കുന്നത്. പലരും സുപ്രീം കോടതി പോയിട്ടുണ്ട് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും അവസാനമായിട്ട് ഞാൻ കേട്ടത് അമോൽ പലേക്കർ പോകുമെന്നായിരുന്നു. അതിൻ്റെ പരിണിത ഫലം, അനന്തരഫലം എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ നേരത്തെ 60കളിലോ 70കളിലോ പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള മീഡിയ പോലെയല്ല സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 തവണ കെടുവും കത്തുകയും ഇരുട്ടും ചിത്രം ഇങ്ങനെ നമ്മളുടെ മനസ്സിലേക്ക് ഫ്ലാഷ് ചെയ്യുകയും ഒരുപാട് ആൾക്കാർ ഒന്നിച്ചിരുന്ന് കാണുകയും ചെയ്യുന്നതുകൊണ്ട് അതിന് ഭയങ്കര ഇമ്പാക്റ്റാണ്. അതുകൊണ്ട് അത് ഗവൺമെൻറ് സെൻസർ ചെയ്യുന്നത് ഇരിക്കട്ടെ, അങ്ങനെ തുടരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇട്ടിരിക്കുകയാണ്. പക്ഷേ അതിനുശേഷവും ലോകത്തിലെ മറ്റു പല സ്ഥലങ്ങളിലും ഇത് എടുത്തു കളഞ്ഞു. ഇൻഡസ്ട്രി തന്നെ അതിനെ ഗ്രേഡ് ചെയ്യുക മാത്രമൊക്കെ ആയി കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ ഇത് ഇന്നും ഈ വൃത്തികേട് തുടരുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻസർ ബോർഡ് ആരാണ്? ഏതെങ്കിലും ഒരാളുടെ ഭാര്യ അല്ലെങ്കിൽ മറ്റൊരാളുടെ മച്ചുനൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിന് യാതൊരു ക്രൈറ്റീരിയ ഇല്ലാതെ തോന്നിയ പോലെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരാണ്. അവർക്ക് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ്. എങ്ങോട്ടാണ് ഈ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്? അവർ താലിബാൻ ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്സലറേറ്റഡ് പാച്ചിലാണ്. സർക്കാർ പറയണ്ട, ഇതിൻ്റെ അകത്ത് ആരും ഇൻവോൾവ് ചെയ്യണ്ട, അവർ പറയുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങൾ ചെയ്തു തരാം എന്നുള്ള രീതിയിൽ അവർ നിൽക്കുകയാണ്. ഞാൻ ഒരു സിനിമ നിർമ്മിച്ചിട്ടുണ്ട് 10-12 വർഷം മുമ്പ്. ഞാനും തമ്പി ആന്റണിയും കൂടി നിർമ്മിച്ച MG ശശി സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ പേര് ജാനകി ദ ഡോട്ടർ ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് സീതയെ തന്നെ ഉദ്ദേശിച്ചിട്ട പേരായിരുന്നു. അതിനന്ന് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ചെയ്ത ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത പപ്പീലിയോ ബുദ്ധ എന്ന് പറഞ്ഞ കേരളത്തിലെ ദളിതരുടെ ഭൂമി പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഗാന്ധിയും അംബേദ്കറും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കാണിക്കുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ സെൻസറിങ്ങിന് വേണ്ടിയിട്ട്, അപ്പോൾ ഈ സെൻസറിങ്ങിൻ്റെ നൂലാമാലകൾ ശരിക്കും അറിയുന്നതാണ്. 1.5 വർഷത്തോളം അതിൻ്റെ പിറകെ ഞാൻ നടന്നിട്ടുണ്ട്, അപ്പീലും അതിനുശേഷം. കാരണം അവസാനം അതിൻ്റെ ഇതൊക്കെ ഒരു നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു തമാശയാണ്. മൊത്തം ഒരു ഹിലേറിയസ് കോമഡിയാണ് ഈ ഡെമോക്രസിയുടെ അകത്ത് നമ്മുടെ ഫ്രീഡത്തിൻ്റെ മേലെ ഇവർ ഈ കത്തി വെച്ചുകൊണ്ട് ചെയ്യുന്നത്. അതിനകത്ത് അവസാനം വന്നിരിക്കുന്ന തീരുമാനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഗാന്ധി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ BP, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സെൻസറിങ് തരാം. അങ്ങനെ ബീപ്പ് ദണ്ഡി യാത്രയ്ക്ക് പോയപ്പോൾ, ബീപ്പ് ഉപ്പ് സത്യാഗ്രഹത്തിന് പോയപ്പോൾ എന്ന രീതിയിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ കാണുന്ന ഓരോരുത്തരും അറിയാം ആ ബീപ്പിൻ്റെ പിറകിൽ ഇത് ഗാന്ധിയാണെന്നുള്ളത്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് സെൻസറിങ് തരികയാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ ആരെയൊക്കെയോ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ തമാശ ഉള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പം ലോകത്തിൽ ഒന്ന് നോക്കൂ, ലോകത്തിൽ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പത്രങ്ങളുണ്ട്, പുസ്തകങ്ങളുണ്ട്, അതൊക്കെ പോട്ടെ. ഇന്ന് രാത്രിയും പകലും എന്നില്ലാതെ ട്വിറ്റർ ആകാം, യൂട്യൂബ് ആകാം, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഈ സംഭവങ്ങളൊക്കെ മനുഷ്യനെ 24 മണിക്കൂർ നേരവും ആ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ തമ്മിൽ തല്ലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അത് ലോകത്തിലെവിടെയും സെൻസർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് മാത്രമായിട്ട് സെൻസർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊന്നും തൊടാതെ പണ്ടെങ്ങാണ്ട് ഒരു ബ്രിട്ടീഷുകാരൻ ഒരു സെൻസർഷിപ്പ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ തൂങ്ങി നിൽക്കുന്നത് വളരെ നെറുകെട്ട ഒരു നാറിയ ഏർപ്പാടാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഈ സിനിമാക്കാരുടെ വിഷം തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാവും. കാരണം ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ള, ഇത്രയധികം ടൈം സ്പെൻഡ് ചെയ്തിട്ട് പടം ഒരുക്കി അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ എഡിറ്റിങ്ങും ഒക്കെ ഒരുക്കിയിട്ട് അവിടെ ചെല്ലുമ്പം കണ്ട അണ്ടൻ അടകോടൻ നമ്മളോട് പറയാണ് അത് വെട്ടിക്കള, ഇവിടെ BP ചെയ്തോളാം, ഈ പേര് മാറ്റിക്കള.
എന്ത് ആർട്ടിനെ സമീപിക്കുന്ന ഒരു സമൂഹം, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സമൂഹം ആർട്ടിനെ ടൈറ്റിലിൽ നിന്ന് മാത്രമല്ല, ഒരു കഥാപാത്രത്തിന്റെ, ആ കേന്ദ്ര കഥാപാത്രത്തിന്റെ പേരാണ് മാറ്റാൻ ആവശ്യപ്പെടുന്നത്. അതെ. അപ്പം ചിരിക്കാതെ പിന്നെ നമുക്ക് ചിരി അമർത്താതെ ഇവരോട് നമ്മുടെ സംസാരിച്ച് നിൽക്കാൻ പറ്റില്ല. കാരണം ഇവരുടെയൊക്കെ യോഗ്യതയും അതിനുശേഷം ഈ നിയമത്തിന്റെ ഒരു പിന്നെ ഇറിലവൻസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾ ഇവരൊക്കെ പറയുന്നത് എന്തിനാണ്? ജനങ്ങളുടെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, അവരുടെ മൊറാലിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് വെക്കുന്നത്. ഇതിന്റെ പിറകിൽ ഒറ്റൊരു കാര്യമേ ഉള്ളൂ: രാഷ്ട്രീയം കളിക്കാൻ. ചില രാഷ്ട്രീയങ്ങളെ അമർച്ച ചെയ്യാൻ, ചില രാഷ്ട്രീയങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മനുഷ്യർ മനസ്സിലാക്കണം. അല്ലാതെ അവരുടെ പിന്നെ മൊറാലിറ്റിയെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ എന്ത് കാണണം, കാണാൻ പാടില്ല എന്നൊക്കെ സർക്കാർ തീരുമാനിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഈ ഏർപ്പാട് വെച്ചിരിക്കുന്നത്. ഇത് ക്ലിയർ പൊളിറ്റിക്സ് ആണ്. ഇതിനെ പല്ലും നഖവും ഉപയോഗിച്ച് നമ്മൾ ചെറുക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് കലാകാരന്മാർ. നമ്മുടെ അവകാശത്തിന് മേലെ ഈ ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനേ പാടില്ല. തീർച്ചയായും.